നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനായ AMCS-FNCKയിൽ കോളേജുകളുടെ ഓപ്ഷനുകൾ എങ്ങനെ കൊടുക്കാം, കോളേജുകളുടെ ഓപ്ഷനുകൾ മാറ്റാൻ സാധിക്കുമോ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോ. അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ജൂലൈ 15 35 കോളേജുകളിലേക്ക് ഈ അസോസിയേഷൻ വഴി അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ 15 കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. ഇതിലുള്ള 35 കോളേജുകളും ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളാണ്. ഇവിടെ ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ് സീറ്റ് റിസർവേഷൻ കൂടുതൽ. എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഹിന്ദു, മുസ്ലിം കാറ്റഗറിയിലുള്ള കുട്ടികൾ കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഓപ്പൺ മെറിറ്റ് സീറ്റുകൾ ഉള്ള കോളേജുകൾ സെലക്ട് ചെയ്യണം. പ്രോസ്പെക്ടസിൽ ഓരോ കോളേജിന്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് സീറ്റ് എന്ന് പറയുന്നത് LBS വഴിയുള്ള സീറ്റാണ്. NRI സീറ്റ്, മാനേജ്മെന്റ് സീറ്റ്, AMCS-FNCK വഴിയുള്ള സീറ്റും, ഓപ്പൺ മെറിറ്റ് സീറ്റ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സീറ്റ് എന്നിവയുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ളവരെ മാത്രമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി റിസർവേഷൻ സീറ്റുകൾ ലഭിക്കുന്നത്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത ക്രിസ്ത്യൻ കാറ്റഗറിയിൽ ഉള്ളവരെ ഓപ്പൺ മെറിറ്റിലേക്കാണ് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദു, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെയും ഓപ്പൺ മെറിറ്റ് സീറ്റിലേക്കാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദു, മുസ്ലിം കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ ഓപ്പൺ മെറിറ്റ് സീറ്റുകൾ ഉള്ള കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ഓപ്പൺ മെറിറ്റ് സീറ്റുകൾ ഇല്ലാത്ത കോളേജുകളിൽ ഹിന്ദു, മുസ്ലിം കാറ്റഗറിയിൽ ഉള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കുകയില്ല. ഇത് ഓപ്പൺ മെറിറ്റ് സീറ്റ് ഇല്ലാത്ത ഒരു കോളേജാണ്. ഈ കോളേജ് ഹിന്ദു, മുസ്ലിം കാറ്റഗറിയിൽ ഉള്ള കുട്ടികൾ ഓപ്ഷനായിട്ട് വെച്ചാൽ ഇവിടെ അഡ്മിഷൻ ലഭിക്കുകയില്ല. ഇങ്ങനെ ഓരോ കോളേജിന്റെയും ലിസ്റ്റ് എടുത്തതിന് ശേഷം ഓപ്പൺ മെറിറ്റ് സീറ്റുകൾ ഉള്ള കോളേജുകൾ സെലക്ട് ചെയ്ത് വേണം ആ വിഭാഗത്തിൽ ഉള്ളവർ ഉൾപ്പെടുത്താൻ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ 15 കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ജൂലൈ 15 വരെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കും. കോളേജുകൾ മാറ്റി പുതിയ കോളേജുകൾ ഉൾപ്പെടുത്തുവാനും റീഅറേഞ്ച് ചെയ്യുവാനും കോളേജുകളുടെ സ്ഥാനം മാറ്റി കൊടുക്കുവാനും സാധിക്കും. AMCS-FNCKയിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 15 അതിനുശേഷം പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 22 ജൂലൈ 22 പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ആപ്ലിക്കേഷനിൽ തെറ്റുകളുള്ള കുട്ടികളുടെയും റിമാർക്സുകൾ കാണുവാനായിട്ട് സാധിക്കും. അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. ജൂലൈ 22 മുതൽ ജൂലൈ 24 വരെ ആപ്ലിക്കേഷനിൽ തെറ്റുകൾ ഉള്ളവർക്ക്, റിമാർക്സുകൾ ഉള്ളവർക്ക് അത് കറക്റ്റ് ചെയ്യുന്നതിനുള്ള സമയമാണ്. അപ്ലൈ ചെയ്തിട്ടുള്ളവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് ചെക്ക് ചെയ്യണം. ആപ്ലിക്കേഷനുകൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ജൂലൈ 22 കറക്റ്റ് ചെയ്യുകയും വേണം. ജൂലൈ 27 കാറ്റഗറി വൈസ് ഉള്ള റാങ്കും ഓപ്പൺ മെറിറ്റ് റാങ്കും പബ്ലിഷ് ചെയ്യുന്നത്. കാറ്റഗറി വൈസ് റാങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ റാങ്കും ഓപ്പൺ മെറിറ്റിനകത്ത് ഹിന്ദു, മുസ്ലിം കാറ്റഗറിയിൽ ഉള്ളവരുടെയും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികളുടെയും റാങ്കാണ് ഓപ്പൺ മെറിറ്റിൽ ഉണ്ടാകുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 29 ജൂലൈ 29 മുതൽ ജൂലൈ 31 വരെ അലോട്ട്മെന്റിൽ കോളേജ് ലഭിക്കുന്ന കുട്ടികൾ ഓൺലൈനായിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കണം. 25,000 രൂപയാണ് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടത്. ഇങ്ങനെ ഓൺലൈനായിട്ട് ടോക്കൺ ഫീസ് അടച്ച് സീറ്റ് സെക്യൂർ ചെയ്യണം. അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട. അവർ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ഈ സമയത്ത് ജൂലൈ 29 മുതൽ ജൂലൈ 31 വരെ അവർക്ക് കോളേജുകൾ റീഅറേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. കോളേജുകളുടെ സ്ഥാനം മാറ്റി കൊടുക്കുവാൻ സാധിക്കും. പുതിയ കോളേജുകൾ വേറെ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിക്കുന്ന കോളേജ് താല്പര്യമില്ലാത്ത കുട്ടികൾ ടോക്കൺ ഫീസ് അടച്ച് ലഭിച്ച കോളേജ് സെക്യൂർ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികൾക്ക് കോളേജും നഷ്ടമാവുകയും ചെയ്യും. തുടർന്നുള്ള AMCS-FNCKയുടെ ഒരു അലോട്ട്മെന്റിലും പങ്കെടുക്കുവാനും സാധിക്കുകയില്ല. എല്ലാ അലോട്ട്മെന്റുകളിൽ നിന്ന് നിങ്ങളെ റിമൂവ് ചെയ്യും. ടോക്കൺ ഫീസ് ഓൺലൈനായിട്ട് അടച്ചതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിക്കുന്ന കോളേജ് താല്പര്യമുള്ളത് ആണ് എങ്കിൽ, ഇപ്പോൾ 5ാമത്തെ കോളേജാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ, മുകളിലേക്കുള്ള കോളേജ് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ മുകളിലേക്കുള്ള എല്ലാ കോളേജുകളും നിങ്ങൾ തന്നെ നിങ്ങളുടെ ഓപ്ഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. 3 അലോട്ട്മെന്റുകൾക്ക് ശേഷം കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യുന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്താൽ മതി. അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ 5ാമത്തെ കോളേജ് ലഭിക്കുന്നവർക്ക് 6 മുതൽ 15 വരെയുള്ള കോളേജുകൾ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആകും. 1 മുതൽ 4 വരെയുള്ള കോളേജുകൾ മാത്രമേ പിന്നീട് ലിസ്റ്റിൽ ഉണ്ടാവുകയുള്ളൂ.
അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് വെച്ചിരിക്കുന്ന കോളേജ് ലഭിക്കുന്ന കുട്ടികൾ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം വെയിറ്റ് ചെയ്താൽ മതി. മൂന്നാമത്തെ അലോട്ട്മെന്റ് കഴിയുമ്പോൾ ആ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം. അവർക്ക് പിന്നീടുള്ള ഒരു അലോട്ട്മെന്റിലും പങ്കെടുക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം 2 മുതൽ താഴേക്കുള്ള എല്ലാ കോളേജുകളും ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ആകും. ഓഗസ്റ്റ് 1-ാം തീയതി കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ കോളേജ് ലഭിച്ചതിന് ശേഷം ടോക്കൺ ഫീസ് അടച്ച് കൺഫേം ചെയ്ത കുട്ടികളുടെയും ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് ഓഗസ്റ്റ് 1-ാം തീയതി. സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. ഓഗസ്റ്റ് 2-ാം തീയതി മുതൽ ഓഗസ്റ്റ് 6-ാം തീയതി വരെ ഫീ പേയ്മെന്റ് നടത്തുകയും കോളേജ് റീഅറേഞ്ച് ചെയ്യുകയും ചെയ്യാം. സെക്കൻഡ് അലോട്ട്മെന്റിൽ കോളേജ് ലഭിക്കുന്ന കുട്ടികളിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെയും ലിസ്റ്റ് ഓഗസ്റ്റ് 7-ാം തീയതി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. ഓഗസ്റ്റ് 8-ാം തീയതി മുതൽ ഓഗസ്റ്റ് 12-ാം തീയതി വരെ ഫീ പേയ്മെന്റ് നടത്തുകയും കോളേജുകൾ റീഅറേഞ്ച് ചെയ്യുകയും ചെയ്യാം. അലോട്ട്മെന്റ് ലഭിച്ചപ്പോൾ ടോക്കൺ ഫീസ് അടച്ച് കൺഫേം ചെയ്ത കുട്ടികൾ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം. ഓഗസ്റ്റ് 8-ാം തീയതി മുതൽ ഓഗസ്റ്റ് 12-ാം തീയതി വരെ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള സമയമാണ്. ഓഗസ്റ്റ് 13-ാം തീയതി കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. 3 അലോട്ട്മെന്റുകളുടെ ഡേറ്റുകൾ മാത്രമാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. വേക്കൻസി വരുന്ന സീറ്റിലേക്ക് തുടർന്നും അലോട്ട്മെന്റുകൾ ഉണ്ടാകും. സ്പോട്ട് അലോട്ട്മെന്റും ഉണ്ടാകും. ഓരോ അലോട്ട്മെന്റുകൾക്ക് ശേഷവും കോളേജുകൾ സ്ഥാനം മാറ്റി കൊടുക്കുവാൻ സാധിക്കും. പുതിയ കോളേജുകൾ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല. 3-ാമത്തെ അലോട്ട്മെന്റിന് ശേഷമാണ് 1, 2, 3 അലോട്ട്മെന്റിൽ കോളേജ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യേണ്ടത്. എയിംസ് FNCKയിലെ ഒരു കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം LBSലുള്ള ഒരു കോളേജിലേക്ക് മാറണമെങ്കിൽ ആദ്യം ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് നിങ്ങളുടെ ഡോക്യുമെന്റ്സുകൾ തരികയാണെങ്കിൽ മാത്രമേ മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എയിംസ് FNCKയിലെ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കണം. അവർ സമ്മതിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സുകളും അവിടെ അടച്ചിട്ടുള്ള ഫീസും തിരികെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ജോയിൻ ചെയ്യുന്ന കോളേജിൽ നിന്നുള്ള NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ LBSലെ ഒരു കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സുകളും ഫീസും അവർ തിരികെ തരുന്നതാണ്. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ജൂലൈ 15-ാം തീയതി വരെ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യുവാനും ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ കോളേജുകൾ ഉൾപ്പെടുത്തുവാനും സാധിക്കും. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു കൊടുക്കണം. ഹിന്ദു മുസ്ലിം കാറ്റഗറിയിൽ ഉള്ളവർ ഓപ്പൺ മെറിറ്റ് സീറ്റുകളുള്ള കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.